കേരളത്തിലെ നേതാക്കൾ മാത്രമല്ല കേരള പോലീസിന്റെ സർട്ടിഫിക്കറ്റ് തേടി ഉദയനിധി സ്റ്റാലിനും കേരളത്തിൽ കേസില്ല എന്നുള്ള സർട്ടിഫിക്കറ്റിനാണ് ഉദയനിധി സ്റ്റാലിൻ അപേക്ഷ നൽകിയിരിക്കുന്നത്. ആർ അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, സാധാരണ കേരള പോലീസിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേസുണ്ടോയെന്നൊക്കെയുള്ള അന്വേഷണം ഇവിടുത്തെ നേതാക്കന്മാരുടെയാണ് ലഭിക്കാറുള്ളത്. ഇതാദ്യമായിട്ടാണ് മറ്റൊരു സംസ്ഥാനത്തു നിന്ന് ഒരു നേതാവിന്റെ അപേക്ഷ ലഭിച്ചിരിക്കുന്നത്. ഇത് തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന്റെ അപേക്ഷയാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന് ലഭിച്ചിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് അറിയേണ്ടത് കേരളത്തിൽ തന്റെ പേരിൽ കേസുകൾ ഉണ്ടോ എന്നുള്ളതാണ്. നിലവിൽ അദ്ദേഹത്തിന്റെ പേരിൽ കേസുകളൊന്നും ഇല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കത്ത്, ഒരു അപേക്ഷ, കേരള പോലീസിന്റെ സർട്ടിഫിക്കറ്റ് തേടിയ ഒരു അപേക്ഷ ഇങ്ങോട്ട് അയച്ചതെന്നുള്ള കാര്യം വ്യക്തമല്ല. പക്ഷേ അനുമാനിക്കുന്നത് ഈ സനാതന ധർമ്മത്തിന്റെ വിവാദവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ഉദയനിധി സ്റ്റാലിനെതിരെ കേസൊക്കെ എടുത്തിട്ടുണ്ട്. അത് ആ കേസ് ഇവിടെയും ഉണ്ടോ എന്ന് അന്വേഷിക്കാനാകും. ഏതായാലും പത്രിക നൽകുന്നതിന് മുൻപുള്ള അന്വേഷണമാണ്. പക്ഷേ ഉപമുഖ്യമന്ത്രി എന്ന നിലയിലല്ല, സെക്രട്ടറി DMK യൂത്ത് വിംഗ് ചെന്നൈ എന്ന അഡ്രസ്സിൽ നിന്നാണ് ഈ അപേക്ഷ വന്നിരിക്കുന്നത്. കേസില്ലാത്തത് കൊണ്ട് കേസില്ല എന്ന് കാട്ടിയുള്ള സർട്ടിഫിക്കറ്റ് ഉടൻ തന്നെ കേരള പോലീസ് ഉദയനിധി സ്റ്റാലിന് അയച്ചു കൊടുക്കുകയും ചെയ്യും. ഏതായാലും മറ്റൊരു സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവിന്റെ അപേക്ഷയാണ് കേരള പോലീസിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു കൗതുകമുള്ള ഒരു വിവരമാണ്. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.